ഹായ് എവരിബഡി, ഞങ്ങളൊരു ലൊക്കേഷൻ തപ്പി പോവാണ്. നമ്മളെ പുതിയ ഫിറ്റ്നസ് ചാനലിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട്. ലൊക്കേഷൻ തപ്പി പോവാണ്. ഇപ്പം നമ്മുടെ സ്ഥലത്ത് തന്നെയാണുള്ളത്. അതായത് ഞങ്ങൾ ജനിച്ചു വളർന്ന ആ സ്ഥലത്താണുള്ളത്. മനോഹരമായ ആ ഗ്രാമത്തിലുള്ളത്. ഇത് മുളങ്കാട്. ഇതിൻ്റെ ഇടയിലൂടെ കാണുന്നതാണ് നമ്മുടെ തറവാട് ക്ഷേത്രമാണിത് കാണുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് ഏകദേശം ഒരു 100 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ചെമ്പകമരമാണിത്. ഈ കാണുന്നത് 100 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ട് ഈ ചെമ്പകമരത്തിന്. ഈ മാർച്ച് മാസം 4, 5 ഉത്സവം നടക്കുന്ന നമ്മുടെ തറവാട് ക്ഷേത്രമാണിത്. ഓക്കെ, ഇനി നമുക്ക് മേലെ പോകാം. മേലെ ദിലു മേലെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെ വെയിറ്റ് ചെയ്തിട്ട് ദിലു മേലെ ഒരു സ്ഥലത്തിങ്ങനെ നിൽക്കുന്നുണ്ട്. ഇത് നമ്മൾ പണ്ട് കശുവണ്ടിയും പെറുക്കി നടന്ന സ്ഥലമായത്. അപ്പം കശുവണ്ടിയൊന്നുമില്ല. ഇപ്പോൾ റബ്ബർ ഇതെല്ലാം മുറിച്ച് റബ്ബർ മരങ്ങൾ വെച്ചിട്ട് കശുവണ്ടിയൊന്നും ഇപ്പോൾ ഇല്ല. പണ്ട് ഇത് നല്ലൊരു വനമായിരുന്നു. അതുവഴി നമ്മളിങ്ങനെ നടന്നു പോവുകയാണ്. ഞാനും പൊന്നൂട്ടിയും പിന്നെ ദിലുവാണ് പോകുന്നത് ലൊക്കേഷൻ കാണാനായിട്ട്. അങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് ഒരു തൂവലുണ്ട്. ഇത് കാട്ടുകോഴിയുടെ തൂവലാണെന്ന് തോന്നുന്നത് ഇത് കണ്ടിട്ട്. അങ്ങനെ കാട്ടുകോഴി, അതുപോലെ മുയൽ, പിന്നെ മാൻ, പിന്നെ അങ്ങനെ കുറേ മയിൽ. ഇപ്പം നമ്മൾ മെയിനായിട്ട് പോകുന്നത് ഈ മയിലുകൾ കുറേയുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. അങ്ങനെയുള്ള കുറേ ജീവികൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഇത്. പണ്ട് നമ്മൾ ഇവിടെ കശുവണ്ടി പെറുക്കാൻ വരുന്ന സമയത്ത് ഇവിടെ ഇഷ്ടം പോലെ കാട്ടുമുയൽ, അതേപോലെ കാട്ടുകോഴി, കുറുക്കൻ, പിന്നെ അങ്ങനെയുള്ള കുറേ വന്യജീവികളെ കാണാമായിരുന്നു. ഇപ്പം മയിലിനെ കാണാൻ പറ്റും, മാനിനെ കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനത്തെ സാധനങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല. കാരണം ഫുൾ മരങ്ങളെല്ലാം മുറിച്ച് റോഡെല്ലാം വന്നപ്പോൾ മൊത്തത്തിൽ വന്യമൃഗങ്ങളെല്ലാം കുറഞ്ഞ്. പക്ഷെ മയിലിനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണും. പിന്നെ ഇപ്പോൾ അധികവും കാട്ടുപന്നി അങ്ങനെയുള്ള കുറേ സംഭവമായിട്ട് കൈയടക്കിയിട്ടുള്ള കാട്. ഈ കാട്ടിൻ്റെ ഇടയ്ക്കേ കൂടി ഇങ്ങനെ പുല്ലെല്ലാം മാറ്റിയിട്ടാണ് ചാത്തൂട്ടി ഇങ്ങനെ നടന്നു പോവുകയാണ്. അങ്ങനെ പോട്ടെ, നടന്നു. അതില്ല അതിൽ തന്നെ. ഇതെല്ലാം നമ്മളെ സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെ കശുവണ്ടിയൊന്നുമില്ല. കശുവണ്ടിയെല്ലാം റബ്ബർ മരങ്ങളായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കാടിൻ്റെ ഭംഗിയും പോയി. വേണ്ട, ഇതെല്ലാം ഇപ്പോൾ റബ്ബർ മരങ്ങളാണ്. പിന്നെ അതുപോലെ ഇപ്പം സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം അതിരൂക്ഷമായിട്ടുണ്ട്. വേണ്ട, ഫുൾ ബോട്ടിൽസാണ്, പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഇങ്ങനെ കിടക്കുന്നു.
ഒഴിവ് ദിവസങ്ങളിൽ വെള്ളം അടിച്ചിട്ട് ബോട്ടിൽസ് എല്ലാം ഇട്ടിട്ട് പോകുന്നതാണ്. ഇപ്പം നമ്മൾ മേലെയുള്ള റോഡിലേക്ക് എത്താനായി. ഇതിലെ കൂടി ഇങ്ങോട്ട് നോക്കി നടക്കും. കൊടും കാടാണ്, നല്ല ചീങ്ങ മുള്ളാണ് ഇവിടെ. മുള്ളെന്ന് വെച്ചാൽ പിടിവിടൂല. ഒരു മിനിറ്റ് ക്ലിയർ ആക്കി തരാം, വഴി ക്ലിയർ ആക്കി തരാം. നടന്നോ. അല്ല മുള്ളുണ്ട്. എങ്ങണ്ടാ? വടി കൊണ്ടാ? പോട് നടന്നോ. നടന്നോ. വിട്ടോ. എന്നാ അവിടെ ഉണ്ടാ? ഇല്ല, അതൊന്നും മുള്ളല്ല, അതെല്ലാം പുല്ല. കാടെല്ലാം പോയി, അതുവഴിയല്ല വഴി മാറിപ്പോയി. ഇങ്ങോട്ട് വാ, ഇല്ല വാ. മുള്ളു നോക്കണേ. അത് പോയിനി. അല്ല വാ. ഹലോ ഫ്രണ്ട്സ്, വഴി മാറിപ്പോയി. വഴി എല്ലാ സമയത്തും പോകുന്ന വഴിയായിരുന്നു. പക്ഷെങ്കിൽ അത് ആരിപ്പം നടന്നു പോകാത്തത് കൊണ്ട് ആ വഴിയിൽ ഫുള്ള് മറ്റേ മുള്ള് മുളച്ചേക്കാണ്. മുള്ളെല്ലാം മുളച്ചിട്ട് നടക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ വേറെ വഴിയിലേക്ക് പിടിച്ചു. നേരെ ഇതുപോലെ ഇത് നേരെ വിട്ടോ, അതുവഴി വിട്ടോ. ഇതിപ്പോൾ നമ്മൾ മേലെ ഒരു റോഡുണ്ട്, ആ മലയുടെ മുകളിലേക്ക്, ആ സ്ഥലത്തേക്ക് എത്തി. ആ മലയുടെ മുകളിൽ ഒരു അടിപൊളി റോഡ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 5 വർഷമായിട്ടുണ്ടാവും ഈ റോഡ് വന്നിട്ട്. ഇത് അങ്ങ് ദൂരെ ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ടോ? ദിലു അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ദിലുവിൻ്റെ അടുത്തേക്ക് എത്തണം. ഞാൻ ജസ്റ്റ് ഇത് പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ ഈ റോഡ്. ഈ കാടിനെ വെട്ടിമുറിച്ച് പോകുന്ന ഒരു റോഡാണിത്. അതുവഴിയാണ് നമ്മൾ പോകുന്നത്. നല്ല കാഴ്ചയാണ്, അതുകൊണ്ട് അത് കണ്ടിട്ട് പോകാം. അതേപോലെ ഇവിടെ ഒരു പുല്ലില്ലേ, ഈ പുല്ലിൻ്റെ പൂവ് കണ്ട, ഇത് ഭയങ്കര ഒരു വിഷ്വൽ ബ്യൂട്ടിയുള്ള ഒരു സാധനമാണിത്. കാറ്റത്ത് ഇങ്ങനെ ആടുമ്പോൾ നമ്മൾ ഈ വെഡ്ഡിങ് വീഡിയോസിനെല്ലാം എടുക്കാൻ പോകുമ്പോൾ ഈ സാധനം മാത്രമായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യാറുണ്ട്. ഇത് മാത്രമായിട്ട് നല്ല ബ്യൂട്ടി ആയിരിക്കും ഈ സ്ക്രീനിൽ കാണാനായിട്ട്. ഈ പുല്ല് ഞാൻ കാണിച്ചത് നല്ല കണ്ടോ, ക്ലോസപ്പായി വരുമ്പോൾ കണ്ടോ, നല്ല ബ്യൂട്ടിയാണിത്. അപ്പോൾ നമുക്ക് അവിടെ ദിലു വെയിറ്റ് ചെയ്യുന്നുണ്ട്. ദിലുവിൻ്റെ അടുത്തേക്ക് പോവാം. ദിലു വന്നത് റോഡ് വഴിയാണ്, പക്ഷേ നമ്മൾ വന്നത് കാട് വഴി. ഇത് കശുമാവിൻ്റെ കുറച്ച് അവശേഷിക്കുന്ന കശുമാവിൻ തൈകളാണ്. അതിൻ്റെ പൂവ് വന്നിട്ടുണ്ടോ, പൂത്ത് നിൽക്കുന്ന സമയമല്ല ഇപ്പോൾ, ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ. ദിലു ഇവിടെ നമ്മളെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമ്മൾ വഴിമാറിപ്പോയി ഇതുവരെ വരുമ്പോൾ. ഏതോ വഴിയിലേക്ക് കൂടെ വന്നത്. ഇതുവഴിയായിരുന്നു. ദിലു നമ്മളെ വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഹായ്, പോയാലോ? വിട്ടാലോ? ഓക്കെ, പോവാം. നമ്മൾ നമ്മുടെ യമഹ ഫാഷനുള്ളിൽ കയറിയിട്ട് അവിടത്തേക്ക് പോവാണ്, ആ ലൊക്കേഷനിലേക്ക്. ലൊക്കേഷൻ പോകുന്ന വഴിയും ലൊക്കേഷനെല്ലാം അടിപൊളിയാണ്. വെയിറ്റ് ചെയ്യുക. ഓക്കെ, നമ്മളങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു പോവാണ്. റോഡ് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ എടുത്ത കുറച്ച് ഫോട്ടോസ് ഉണ്ട്. അത് നിങ്ങൾ കണ്ടാൽ ഞെട്ടും.
അടിപൊളി വ്യൂ ആയിരുന്നു, അടിപൊളി ഭംഗിയായിരുന്നു ആ സമയങ്ങളിൽ. ഓക്കെ, ആ വീഡിയോ ആ പിക്ചർ ഞാൻ ഇട്ടുതരാം. നമ്മളങ്ങനെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് കുറച്ച് കാഴ്ചകളെല്ലാം കണ്ടിട്ട് ആ ലൊക്കേഷനിലേക്ക് പോവുകയാണ്. ഓക്കെ, അങ്ങനെ വേറെ ഒരു ചെറിയൊരു കാഴ്ച കാണാനുണ്ട്. ആ സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട്. ഈ മരങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ കാണുന്നില്ല നീലാകാശം, എന്ത് ബ്യൂട്ടിഫുൾ അല്ലേ. ഇത് റബ്ബർ മരങ്ങളാണ്. ഇതിൻ്റെ ചോട്ടിലായിട്ട് ഒരു പാറ ഉണ്ടായിരുന്നു, അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ പാറ. പക്ഷേ അത് റബ്ബറിലുള്ള ചെടികൾ വന്നിട്ട് മൂടിപ്പോയി. ഇതിൻ്റെ മേലെ നമ്മൾ കയറി നിന്നിട്ട് ഫോട്ടോ എടുക്കുന്ന സ്ഥലമായിരുന്നു. അതിപ്പോൾ ചെടികൾ മൂടിപ്പോയി. ഓക്കെ, നമ്മൾ അങ്ങനെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവിടുത്തെ ഒരു 100 മീറ്റർ നടക്കാനുണ്ട് ആ വഴിയിലേക്ക്. നമ്മളെ വണ്ടി ഇവിടെ സൈഡിൽ നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ അടുത്തായിട്ട് ഒരു അമ്മാവൻ വണ്ടി, ഒരു എൻജിൻ. ഓക്കെ, പോകുന്നതിന് മുമ്പിൽ ദിൽഷയ്ക്ക് ഇതിൻ്റെ അകത്ത് വന്നിട്ടൊരു ഫോട്ടോ വേണം പോലും. അപ്പോൾ അതൊന്നും എടുത്തു കൊടുക്കാം. ഓക്കെ, അടിപൊളി, അറിയിക്കോ. ഇതുവഴിയാണ് നമുക്ക് മേലോട്ടേക്ക് കയറേണ്ടത്. സോ ഇതും കാട് മൂടി കിടക്കാണ്. ഇപ്പോൾ അടുത്ത് റീസെൻ്റ്ലി മഴയെല്ലാം പെയ്തല്ലോ, അതുകൊണ്ട് കാട് മൂടി കിടപ്പുണ്ട്. ഇതുവഴി ഇങ്ങനെ നടന്നു പോകണം. അങ്ങനെ ഞങ്ങളും ദിലുവിൻ്റെ പുറകിൽ തന്നെ നമ്മൾ നടന്നുകൊണ്ട് പോവാണ്. ഇതിങ്ങനെ കല്ലുകൾ പാകിയ പോലത്തുള്ള ഒരു സ്ഥലമാണ്. ഇതുവഴി കല്ലുകൾ പാകിയ പോലത്തെ ഒരു സ്ഥലമാണ്. അതുവഴിയാണ് നമ്മളിങ്ങനെ മേലോട്ടേക്ക് നടന്നു പോകുന്നത്. ഇത് കാണുന്നത് നാടൻ കൈതച്ചക്കയാണ്, പൈനാപ്പിളിൻ്റെ ചെടിയാണ്, നാടൻ പൈനാപ്പിൾ. ഇപ്പം പൈനാപ്പിളിൻ്റെ സീസൺ അല്ലാതുകൊണ്ട് സാധനമൊന്നും കിട്ടാനില്ല. ഉണ്ടായിരുന്നു, ആൾക്കാർ പറിച്ചു പോയിട്ടുണ്ടാവും. പണ്ട് നമ്മൾ ചെറുപ്പത്തിൽ ഈ വേരിലെല്ലാം തൂങ്ങിപ്പിടിച്ചിട്ടായിരുന്നു കയറിയിരുന്നത് ഇതിൻ്റെ മേലേക്ക്. ഇതൊരു ആൽമരമാണ്, ഒന്നല്ല കുറേ ആൽമരമാണ്. ആൽമരത്തിൻ്റെ വേരാണിത്. അതിൻ്റെ വള്ളിയിലെല്ലാം തൂങ്ങിപ്പിടിച്ചിട്ടായിരുന്നു കയറിയിരുന്നത്. ഇപ്പം റിസ്ക് എടുക്കാൻ വയ്യ. ഇപ്പോൾ ഇതിനെക്കാട്ടും എളുപ്പ വഴി വേറെ ഉണ്ട്, അതുവഴി പോകാം നമുക്ക്. ഇത് കയറി അച്ഛൻ കയറിയിട്ട് അടിപൊളി. ഇങ്ങോട്ട് പോരി. ഇതൊരു സാഹസിക യാത്രയാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ താഴെ എത്തും. നമ്മളിങ്ങനെ നടന്നിട്ട് മേലെ എത്താറായി. അങ്ങനെ ഏകദേശം അതിനടുത്തെത്തി. ഇത് കണ്ട, ഈ കല്ലിൻ്റെ അടിയിൽ കണ്ട ചെറിയ പോടുകൾ കണ്ട. ഇവിടെ ഇത് കണ്ടോ, ഇതിലാണ് പിന്നെ കുറുക്കനും കാട്ടുപന്നി അങ്ങനത്തെ സാധനമെല്ലാം വസിക്കുന്ന സ്ഥലമാണ് ഇത്. ഈ കാണുന്ന കല്ലിൻ്റെ അടിവശത്ത്. അങ്ങോട്ട് വരി. നടന്നോ.
സ്ഥലം അങ്ങനെ ഇവിടെ എത്തി. ഇവിടെ ആണൊക്കെ നടന്നിട്ട് തളർന്നുപോയി ഫ്രണ്ട്സ്. അപ്പോൾ കുറച്ച് വെള്ളം കുടിച്ചിട്ട് പിന്നെ കയറാൻ വെച്ചു. ദിലു പണി തന്ന് നല്ല ചൂട് വെള്ളം. അങ്ങനെ നമ്മുടെ ലൊക്കേഷനിലെത്തി. ദിലു ചാത്തുട്ടി ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. സോ നമുക്ക് അങ്ങോട്ടേക്ക് നടന്നു നോക്കാം. കാണിച്ചു തരാം സ്ഥലം. നമ്മുടെ ലൊക്കേഷൻ, അതായത് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ കണ്ടുപിടിച്ച ലൊക്കേഷനാണിത്. നമ്മളിവിടെ ഒരു ഫിറ്റ്നസ് വീഡിയോയുടെ ഒരു വീഡിയോ ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ അതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തി. ആ പാറയുടെ ഏറ്റവും ടോപ്പിലെത്തി. ഇത് നമ്മളെ ചെറുപ്പകാലത്തെല്ലാം വന്നിരുന്ന സ്ഥലമാണ്. ഇപ്പം കുറേ കാലം ഇങ്ങോട്ടേക്ക് വരാത്തത്. അപ്പം കാട് മൂടി കിടക്കുകയാണ് ഇതെല്ലാം. സോ അങ്ങ് കാണുന്നുണ്ടോ? അങ്ങ് കാണുന്നതാണ് ഇപ്പം ഞാൻ കാണിക്കുന്ന സ്ഥലം, ഏരിയ. ലെഫ്റ്റ് വരുന്നത് കൂർഗ് ഏരിയയാണ്. കൂർഗ് മലനിരകൾ വരുന്നത്. അതുപോലെ ക്യാമറ ഇങ്ങോട്ടേക്ക് തിരിക്കുകയാണെങ്കിൽ ഇവിടെ ഇതിങ്ങോട്ടേക്ക് കാണുന്നത് വയനാടൻ മലനിരകളാണ്. ഒന്നും കാണാൻ പറ്റുന്നില്ല, ഇതിൻ്റെ വൃക്ഷത്തളപ്പ് കൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് കുറച്ച് താഴെ ഇറങ്ങിയാൽ കാണിച്ചു തരാൻ പറ്റും. ഓക്കെ, അങ്ങോട്ടേക്ക് പോവാം. ഇവിടെ ഒരിക്കലും പറ്റാത്തൊരു വെള്ളമുള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നു ഈ പാറയുടെ മേലെ. അത് കാണിച്ചു തരാം. നോക്കാം വെള്ളം ഉണ്ടാവുമോ നോക്കിയിട്ട് നോക്കി. വരൂ. ലൈനിൽ ഇറങ്ങി കൂടെ. വന്നോട്. സാഹചര്യമാണ് ഒട്ടും പറ്റാത്ത സാഹചര്യമാണ്. ഇങ്ങോട്ട് പോകാൻ പോലും പറ്റില്ല. നമ്മൾ ഈ പാറയിലൊക്കെ കയറി അത് പണ്ടൊക്കെ കയറി വരുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം കാണിച്ചു തരാം കേട്ടോ. പണ്ടൊക്കെ ഭയങ്കര ഈസി ആയിട്ട് കയറി വരാൻ പറ്റുമായിരുന്നു. നോക്കി സൂക്ഷിച്ചു വരണേ. ഓക്കെ. ഇത് കണ്ട എന്താ ചെടി, ഏതൊരു ചെടിയുടെ കായാണിത്. ഞാൻ പറഞ്ഞ വെള്ളം ഉണ്ടാകുന്ന സ്ഥലം നമ്മൾ രാത്രി കാലങ്ങളിലും വന്നിട്ട് ടൈമെല്ലാം സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ ഇപ്പോൾ മഴയെല്ലാം പെയ്തിട്ട് ഫുൾ കാടാണ് ഇവിടെ. നാശാക്കി ഇട്ടിരിക്കുക. അതേപോലെ ആൽമരത്തിൻ്റെ ഇതാണിത്. പിന്നെ നമ്മുടെ പഴശ്ശിരാജയുമായി ബന്ധപ്പെട്ട കുറേ കഥകളിൽ ഈ പാറയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അത് നമുക്ക് പിന്നീട് അതിനെ കുറിച്ച് സംസാരിക്കാം. പറഞ്ഞോ, അതിനെക്കുറിച്ച് പറഞ്ഞോ. ഇതൊരിക്കലും ഇതിലെ വെള്ളം പറ്റില്ല. ഇതാണ് പണ്ടുമുതലേ അറിയപ്പെടുന്നത്. അതായത് എൻ്റെ ചെറുപ്പം തൊട്ട് വരുന്നത് എത്ര വയസ്സം വന്നിനോ അത്രയും തവണ ഈ വെള്ളം പറ്റിയിട്ട് ഇതുവരെ കണ്ടിട്ടുണ്ടായില്ല. ഇതില് നമുക്ക് തവള കുഞ്ഞുങ്ങളെല്ലാം കാണാൻ പറ്റും. ഇതില് കണ്ടാ, ഇത് തവളയുടെ കുഞ്ഞുങ്ങൾ ആണ് ഇത് കാണുന്നത്. വേണ്ട ക്ലോസ് ചെയ്ത് കാണിച്ചു തരാം. ഇതൊരു സംഭവം അല്ലേ? ഒരു വേനൽക്കാലത്തും ഇതിൽ വെള്ളം പറ്റില്ലെന്നാണ് പറയുന്നത് അല്ലേ? പാറേൻ്റെ ടോപ്പിൽ. പാറേൻ്റെ ടോപ്പിൽ ആ ഒരു ഏരിയ ആണിത്. ഇപ്പം കാട് മൂടി കിടക്കുന്നത് കൊണ്ടാണ് ഞാൻ തപ്പിക്കൊണ്ടുവന്നേ. അങ്ങ് കണ്ടിയെല്ലാം വേറെ സംഭവം ഞാൻ കാണിച്ചു തരാം. നമ്മൾ പണ്ട് കാലത്ത് ഏതുവഴിയാണ് ഇത് ഇങ്ങോട്ടേക്ക് കയറി വന്നതെന്നുള്ള ഒരു വഴി കാണിച്ചു തരാം കേട്ടോ. ഇതുവഴിയാണ് നമ്മൾ ഇങ്ങനെ കയറി വന്നുകൊണ്ടിരുന്നത്. ഈ
പാറയുടെ ഇത് അത്ര റിസ്ക് ഇല്ലാത്ത വഴിയാണ്. എങ്ങനെ കയറിയിട്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എന്താ അവിടെ അങ്ങ് മേലെ ഞാൻ ഇറങ്ങി വന്ന വഴിയാണ്. അവിടെ ദിലു ചാത്തോട്ടി നിൽക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് ഒരു ഫിറ്റ്നസ് വീഡിയോൻ്റെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് കണ്ടുപിടിച്ച സ്ഥലമായത്. എങ്ങനെയുണ്ട്? സ്ഥലം ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഫോർ നൗ. വിനോദ് വിൻസൺ.